കാസർഗോഡ് പടക്കം പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് 4 പേർക്ക് വെട്ടേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. 4-ാം മൈലിൽ ഇന്നലെ രാത്രിയാണ് സംഭവം. അവിടെ ഒരു വീടിൻ്റെ മുമ്പിൽ ഒരു പടക്കം പൊട്ടിക്കാൻ കുറച്ച് പിള്ളമാർ വന്നതുകൊണ്ട് അതിൻ്റെ ഓണർ ചോദ്യം ചെയ്തു. അവർ ഇതൊന്നും വില വെക്കാതെ പിന്നെ പൊട്ടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായ നാട്ടുകാർ അത് ഇടപെട്ട് അവർ പ്രശ്നങ്ങളുണ്ടാക്കി. ആ ദേശത്തിലാണ് വാളും കത്തിയൊക്കെ എടുത്തു വന്നിട്ട് നമ്മളെല്ലാം ആക്രമിച്ചു. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിനാണ് ചേരുന്നത്. ജോസഫെ, പടക്കം പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം എന്നുള്ളതാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ മനസ്സിലാകുന്നത്. എന്താണ് സംഭവം? എന്താണ് നിലവിലെ സാഹചര്യം? കാളിദാസ്, ഇന്നലെ രാത്രി 11 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. കാസർഗോഡ് നായന്മാർമൂല ദേശീയപാതയ്ക്കരികിലാണ് ഇത്തരത്തിൽ ഈ വീടിന് സമീപം പടക്കം പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട തർക്കം പിന്നീട് ആക്രമണത്തിലേക്ക് കലാശിച്ചത്. അതായത് നായന്മാർമൂലയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഈ പാതയോരത്ത് ചേർന്ന് ഒരു കൂട്ടം ചെറുപ്പക്കാർ പടക്കം പൊട്ടിച്ചിരുന്നു. ഇത് ഉടമ ചോദ്യം ചെയ്തിരുന്നു. മാത്രവുമല്ല, പ്രദേശവാസികളും ഇത്തരത്തിൽ ഇവിടെ പടക്കം പൊട്ടിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇതിലുള്ള വിരോധമാണ് ഇത്തരത്തിൽ ആക്രമണത്തിൽ കലാശിച്ചത്. പിന്നീട് ഈ ഒരു കൂട്ടം യുവാക്കൾ ഒരു പറ്റം ആളുകളുമായി എത്തി ഈ പ്രദേശവാസികളെയും ഉടമയെയും ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇവർ വടിവാൾ ഉപയോഗിച്ചുകൊണ്ടും പെപ്പർ സ്പ്രേ ഉപയോഗിച്ചുകൊണ്ടും ആക്രമിക്കുകയായിരുന്നു. 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഇയാൾ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ അതിതീവ്ര വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ 3 പേരെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ മൊയ്തീൻ, മിഥിലാജ്, അസറുദ്ദീൻ എന്നിവരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ പ്രതിപട്ടികയിൽ കണ്ടാൽ അറിയാവുന്ന 5 പേർക്കെതിരെയും തിരിച്ചറിയാനാവുന്ന 5 പേർക്കെതിരെയും കണ്ടാൽ തിരിച്ചറിയാനാവുന്ന മറ്റ് 5 പേർക്കെതിരെയുമാണ് ഇപ്പോൾ FIR ഇട്ടിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചു. എന്തായാലും ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ ആക്രമിച്ചവർ ലഹരിക്ക് അടിമകളും ലഹരി കച്ചവടം നടത്തുന്നവരുമാണ് എന്നാണ് ഈ അക്രമത്തിനിരയായവർ, പരിക്കേറ്റിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇവരെ കണ്ടെത്തി ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഈ നാട്ടുകാരും പ്രദേശവാസികളും ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. കാലത്ത് ജോസഫെ, ഇപ്പോൾ ഈ ഒരു പ്രദേശവാസികളടക്കം പറയുന്നതനുസരിച്ച് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? കാരണം ഈ ആക്രമിച്ച പ്രതികൾ നേരത്തെ തന്നെ അക്രമകാരികളാണോ, അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തെ പ്രശ്നക്കാരായിട്ടുള്ള വ്യക്തികളാണോ? ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഇവർക്കറിയാവുന്ന കുറച്ചു പേർ മാത്രമേ ഈ അക്രമി സംഘത്തിലുള്ളൂ. ബാക്കിയുള്ളവരെ കുറിച്ച് ഇവർക്ക് കൂടുതലായി ഒന്നും അറിയില്ല. പക്ഷെ ഇവർ ലഹരിയുമായി ബന്ധപ്പെട്ട് ലഹരിക്ക് അടിമകളാണ് എന്നും ലഹരിയുമായി ബന്ധപ്പെട്ട് കച്ചവടം നടത്തുന്നവരും ആണ് എന്നാണ് ഈ പരിക്കേറ്റിട്ടുള്ളവർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും ഇവരെ കണ്ടെത്തിയാൽ മാത്രമേ ഇവരുടെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസിന് ശേഖരിക്കാനാവൂ. എന്തായാലും പോലീസ് 3 പേരെ പിടികൂട്ടിയിട്ടുണ്ട്. എന്താണ് ഈ ആക്രമണത്തിലേക്ക് നയിച്ചതെന്നുള്ള പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. മറ്റ് വൈരാഗ്യങ്ങൾ ഈ ആക്രമണത്തിന് പിന്നിലുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. ഇന്നലെ പടക്കം പൊട്ടിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്, ഒരു പ്രത്യേക ആഘോഷ ദിവസങ്ങളൊന്നുമല്ല, അതുകൊണ്ട് തന്നെയാണ് ഉടമ ഇത്തരത്തിൽ ഈ വീടിനോട്, അതായത് പാതയോട് ചേർന്നുള്ള ഈ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ പടക്കം പൊട്ടിച്ചതിനെ ഉടമ ചോദ്യം ചെയ്തത്. ഇതിൽ പ്രകോപിതരായ ചെറുപ്പക്കാരാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത്. അതായത് പേപ്പർ സ്പ്രേയും വടിവാളും കത്തിയും ഉപയോഗിച്ചാണ് ഇവർ ആക്രമണം നടത്തിയതെന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. വളരെ ഗൗരവമേറിയ കാര്യമാണ്. മാത്രമല്ല, ഇവർക്ക് ലഹരി കച്ചവടവുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യവും ലഹരിക്ക് അടിമകളാണെന്നുള്ള കാര്യവും ഈ കേസിലെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. കാളിദാസ്. ശരി ജോസഫെ, പടക്കം പൊട്ടിച്ചത് സംബന്ധിച്ചുണ്ടായ ഒരു തർക്കമാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിൽ കലാശിച്ചത്. അവർ പടക്കം പൊട്ടിച്ചതിന് ശേഷം എന്തിന് പടക്കം പൊട്ടിച്ചു എന്ന് ചോദ്യം ചെയ്ത കടയുടമയോട് പ്രതികരിച്ചത് വടിവാള് കൊണ്ടും പെപ്പർ സ്പ്രേ കൊണ്ടുമാണ്. അപ്പോൾ തന്നെ അതിൽ ആരാണവർ, എങ്ങനെയാണ് അവർക്ക് ഈ ഒരു കയ്യിൽ വടിവാളും കൊണ്ട് നടക്കുന്ന രീതിയിലേക്ക് വളർന്ന അവർ ആരാണ് എന്നുള്ളതിലൊക്കെ അന്വേഷണം ആവശ്യമാണ്. ഇപ്പോൾ നിലവിൽ 3 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. തുടർന്നുള്ള വിവരങ്ങൾ നമുക്ക് വരും മണിക്കൂറിലേക്ക് ആ വിവരങ്ങളിലേക്കെല്ലാം എത്താം.